വെൽക്കം ടു ടിൻസ്വെൽ. ഇന്ന് ഞങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞങ്ങളിവിടെ അരിപ്പൊടി കൊണ്ട് ഹലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് വെള്ളവും കൂടി ചേർത്തെടുത്ത് കട്ടിയില്ലാതെ മിക്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യണം. 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം 2 കപ്പ് ശർക്കര പാനിയാണ് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ച് വേണം ഇത് ഒഴിക്കാൻ. ഈ സമയത്ത് ഞങ്ങൾ സ്റ്റവ് ഓണാക്കിയിട്ടില്ല. എല്ലാം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് സ്റ്റവ് ഓണാക്കാൻ പാടുള്ളൂ. മെയിനായിട്ട് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് സ്റ്റവ് ഓണാക്കിയതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കും. ഇനി നിങ്ങൾ ഇതിൽ മധുരം നോക്കി മധുരം കുറഞ്ഞു പോയാൽ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്തെടുത്താൽ മതി. ഞങ്ങൾ ഇതിൽ ഇടയ്ക്കിടയ്ക്കായി 4 സ്പൂൺ നെയ്യാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. നെയ്യിന് പകരം വെളിച്ചെണ്ണയും ചേർക്കാവുന്നതാണ്. 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു രൂപത്തിലാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏതൊരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് അതിൽ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് സെറ്റാക്കി കൊടുക്കാം. ഇതേ കണ്ടോ, നമ്മുടെ പാനിൽ ഒട്ടും പിടിച്ചിട്ടില്ല. ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് ഡെക്കറേഷൻ ചെയ്യാനകത്ത് പീസായിട്ടുള്ള കാഷ്യൂനട്ട് വെച്ചാൽ മതി. ഞങ്ങളിവിടെ മുഴുവനായിട്ടുള്ള കാഷ്യൂനട്ട് വെച്ചെടുത്തപ്പോൾ ഒരു കേക്കിൻ്റെ ലുക്കാണ് തോന്നിയത്. മുകളിൽ കുറച്ച് വൈറ്റ് എള്ളും കൂടി ഇട്ട് കൊടുക്കണം, അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഞങ്ങളിവിടെ എടുത്ത് വെച്ചിരുന്നു, പക്ഷെ ഇടാൻ മറന്നുപോയി. ഇനി ഇത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിന് മുറിച്ച് കൊടുക്കാം. 3 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. സൂപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ എപ്പോഴും ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.